കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ വലയിൽ കുടുങ്ങുന്നതുകൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നതായി ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ വലയിൽ കുടുങ്ങി വല പൊട്ടുന്നത് നിത്യസംഭവമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഉപജീവന മാർഗം തന്നെ വലിയ പ്രതിസന്ധിയിലായ അവസ്ഥയാണോ ഇപ്പോൾ? ദിവ്യ, അതായത് ഈ കപ്പൽ അപകടത്തിന് ശേഷം കപ്പലിൽ നിന്നും തെറിച്ചുപോയ കണ്ടെയ്നർ, ആ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നത് ഒരു വാർത്തയായി മാറുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ അവർ വല വീശുന്ന സമയത്ത്, അതായത് കടലിലും പുറംകടലിലും ഒക്കെ പോയി അവർ വല വീശുന്ന സന്ദർഭത്തിൽ അവർ വല പൊട്ടിപ്പോകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പല വലകൾക്കും ലക്ഷങ്ങൾ വില വരുന്ന വലയാണ്. 500 കിലോ തൂക്കം മുതൽ ആയിരക്കണക്കിന് കിലോ തൂക്കം വരെ വരുന്ന വലകളാണ് ഉള്ളത്. ആ വലകൾക്ക് തന്നെ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. ആ ലക്ഷങ്ങൾ ചിലവഴിച്ച് വലയെറിയുന്ന ആ വല പൊട്ടിപ്പോകുന്നു. ഇത് ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, അതിൽ നിന്ന് പൊട്ടിപ്പോയ അവശിഷ്ടങ്ങളുണ്ട്. ഈ അവശിഷ്ടങ്ങൾ വലയിൽ കുടുങ്ങി വല പൊട്ടിപ്പോകുന്ന ഒരു പ്രതിസന്ധി. നേരത്തെ തന്നെ ഈ പ്രശ്നം മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോൾ ആരും അത്ര ഗൗരവത്തിൽ ഗൗനിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ വീഡിയോ സഹിതം പുറംകടലിൽ നിന്നും എത്തിച്ചു കാണിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. ഈ വലയിലേക്ക് ഈ അവശിഷ്ടങ്ങൾ വരുന്നതോടുകൂടി വല പൊട്ടിപ്പോകുന്നു. അവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ വല നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ കടലിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാകണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. GPS സംവിധാനത്തിലൂടെയും അല്ലാതെയും ഒക്കെ ഇത്തരം പല മാർഗങ്ങൾ ഉണ്ടായിരിക്കുക. അതൊന്നും പരിശോധിക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് മേൽ കണ്ണടയ്ക്കുന്നു എന്ന ഒരു പ്രശ്നം അവർ ഉന്നയിക്കുന്നു. ഈ ആലപ്പുഴ ആറാട്ടുപുഴ വലിയഴീക്കൽ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ മത്സ്യബന്ധനത്തിന് പോയ നിരവധി വള്ളങ്ങളിൽ ഈ പ്രശ്നം അനുഭവിക്കുന്നു എന്ന ഒരു പ്രതിസന്ധിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് തെറിച്ചുപോയ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയത് ആലപ്പുഴ കൊല്ലം തീരപ്രദേശങ്ങളിലാണ്. അതിൽ തന്നെ ആലപ്പുഴ വലിയഴീക്കൽ ഭാഗത്താണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടെയ്നറുകളല്ല, കണ്ടെയ്നറുകൾക്കകത്ത് അവശിഷ്ടങ്ങൾ, അതായത് കടലിനകത്ത് തന്നെ വെച്ച് ഇത് തുരുമ്പിച്ചും അല്ലാതെയൊക്കെ ആകാം ഇത് പൊട്ടിപ്പോയി അതിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നു. അത് ഈ വലയിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന പാവം മത്സ്യത്തൊഴിലാളികളുടെ വലയിലേക്ക് കൂടുമ്പോൾ അവരുടെ ജീവിതത്തിന് തന്നെ പൊട്ടലേൽക്കുന്നു എന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര പരിഹാരം തേടുന്നു എന്ന ഒരു കാര്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് കടലിൽ ഒഴുകി നടക്കുന്ന ഈ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും ആ കണ്ടെത്തുന്നത് അത് നീക്കം ചെയ്യാനുമുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ വരണമെന്നതും, മറ്റൊന്ന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നൊരാവശ്യവും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നതിന് മറ്റൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ കടലിലുമായി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ അവശിഷ്ടങ്ങൾ വലയിൽ കുരുങ്ങി വല പൊട്ടുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. അതിനൊരു പരിഹാരമുണ്ടാകണം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വിവരങ്ങളാണ് ഷൈജു നൽകിയത്.